ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് നല്ലൊരു കട്ടൻ കാപ്പി ഇട്ട് തുടങ്ങാട്ടോ രാവിലെ ഒന്ന്. അപ്പോൾ നല്ല മധുരമില്ലാത്ത കാപ്പി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറുണ്ട്. ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഷുഗർ ഭയങ്കര കൂടുതലാണ്, കുറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴും 205 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ഷുഗർ കട്ട് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും കഴിക്കുന്നത്. അതുപോലെ റൈസ് ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതും കുറയ്ക്കേണ്ട അവസ്ഥയായി, കറക്റ്റായിട്ട് ഡയറ്റ് എടുത്ത് പോകേണ്ട അവസ്ഥയായി. കാരണം അല്ലാണ്ട് കുറയണില്ല, ടാബ്ലറ്റ് എടുത്തിട്ടും ഈ ഒരു ഇതിൽ തന്നെ പോണത്. അപ്പോൾ പിന്നെ മൊത്തം ഒരു മാറ്റി പുതിയൊരു പ്ലാനും സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ക്ലീനിങ് ആണ്. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സോ സാധാരണ ഇന്നും വൈകിട്ട് കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീൻസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ മെയിൻ സാധനം റവ ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിട്ട് കൂടെ വയ്ക്കുന്നുണ്ട്. റവ മാവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ പൊട്ടുകടല, പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, അങ്ങനെ ഐറ്റംസ് അല്ലേ, അതെല്ലാം ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞായിട്ട് എരിഞ്ഞിട്ടുള്ള ഇഞ്ചി എടുക്കാറ്. അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊക്കോളും. അങ്ങനെ വേറെ വലിയ പീസാകുമ്പോൾ കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ അറിയുമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ്. പിന്നെ എന്താ വെച്ചാൽ വൈകിട്ട് നമുക്ക് 5 രൂപ കട വരെ പോകാണ്ട് ഗുരുവായൂർ. അപ്പോൾ കുഞ്ഞിന് 1-2 സ്റ്റഡ്സ് മേടിക്കാനുണ്ട്, കുഞ്ഞു കമ്മലുകൾ. പിന്നെ അത് മാത്രമല്ല, അവിടെ നമ്മൾ സാധാരണ ചെല്ലുമ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ടാണ് കുപ്പിവെള്ളങ്ങളുടെ സെക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുണ്ട്, അവർ നല്ല വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ മൊത്തത്തിൽ അവർ കുപ്പിവെള്ളയുടെ സെക്ഷനാക്കി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് കൂടെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ നമ്മൾ ഗുരുവായൂർ വന്നിട്ട് 5 രൂപ കടയിൽ പോകുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും വൈകുന്നേരത്ത് പോകരുത്, ഗംഭീര തിരക്കാവും. നമുക്കതൊരു ഉച്ച നേരത്തോ ആ നേരത്തൊക്കെ ചെറിയ തിരക്കില്ല, 1-2 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുക സാധനങ്ങൾ. അതല്ലാണ്ട് പോവുകയാണെന്ന് വെച്ചാൽ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ പോയപ്പോൾ ലാലുവിൻ്റെ മേമ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നവരേനെ. അപ്പോൾ കുറച്ച് നേരം സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, വീഡിയോ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുക്കാൻ പറ്റിയെന്നില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ 1-2 ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ പോണേ? ചന്തിമാമ പോണേ ഗുരുവായൂർക്ക്. നമുക്ക് 5 രൂപ കടയിൽ പോവാം, ഇരുട്ടത്താണ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് 5 രൂപ കട കാണാൻ പോകണം കേട്ടോ ഗുരുവായൂർ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ, പക്ഷെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 5 രൂപ കട. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുകളിലത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പോയോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ച് ഗുരുവായൂർ പോയി. അതുപോലെ 5 രൂപ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളൂ. ഒരു 100-150 രൂപയുടെ സാധനങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിയുടെ മുടി കെട്ടുന്ന സംഭവമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അയച്ചോടെ സ്ഥലത്തൊക്കെ കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. പിന്നെ ഞാൻ ഒരു ലിപ് ലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി 100-150 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലിപ് ലൈനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോക്സ് ഉണ്ടാവും തന്നിട്ടുണ്ടായിരുന്നു. ഇത് അവൻ്റെ മേമേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ മേമ മോൾക്ക് മറ്റേ ക്ലിപ്പ്, മാല, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യം മേടിച്ചിട്ടുള്ളത്, പാക്കറ്റിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് ഹെയർ ബണ്ണിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ 2 ഇങ്ങനെ കുഞ്ഞ് പിൻ പീസ്, പിന്നെ ത്രെഡ്, പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് ഒരു ഹുദയുടെ ലിപ് ലൈനർ. ഇത് ഒറിജിനലല്ല, ഇത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഏതായിട്ടാണ്. അപ്പോൾ നല്ല കളർ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വന്ന വഴിക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛ വിളിക്കുന്നുണ്ട് അമ്മ. ആൾക്കിത് കിട്ടാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് അങ്ങോട്ടാണ്. ഹലോ ഗീസ് പറഞ്ഞേ, ഈ നാണക്കേട്
കളിയാക്കൂട്ടെ എല്ലാവരും, കളിയാക്കും. ഞങ്ങളൊരു കുഞ്ഞു കമ്മലും മേടിച്ചിട്ടുണ്ട് കണ്ട. ഇതെല്ലാം കൂടെ കൂടിയിട്ട് 150 അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നൂല് കടിക്കരുത് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഷെയ്ഡ് വരുന്നത്. 40 രൂപയോ 30 രൂപ എത്ര ആയിട്ടുണ്ടായിരുന്നു. ഇത്ര റേറ്റ് കുറവിനാണ് നമ്മുടെ സാധനങ്ങള്. ഞാൻ മേടിച്ച് വരച്ചത് അച്ചയ്ക്ക് അടി കൊടുത്തേ. ഇനി ഇതിലുള്ളത് ഇതിലുണ്ടാകുന്നത് ഇങ്ങനെ റൈറ്റും ഇത് സ്റ്റേപ്പിളറിന്റെ പിന്നുണ്ട്. നമുക്ക് മാറ്റട്ടെ. നമ്മ കയ്യുമിട്ടരാം. ഇത് വളയുന്നത് അതുങ്ങൾക്ക് വളയുന്നത്. തലയിൽ തന്നെ പൊടി കൊടുക്കും. സൂപ്പർ കുഞ്ഞിരിപ്പ്. അയ്യോ അയ്യോ എവിടെ മറ്റേ അതും കൊണ്ട് തലയിൽ എത്ര കിപ്പാണേ നോക്കി. അമ്പ് നമ്മുടെ കിപ്പ് വേണ്ട, അമ്മയ്ക്ക് കിപ്പ് വേണ്ട കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അടുക്കളയിൽ തന്നെ നിന്നിട്ട് സാധനങ്ങളൊക്കെ കാണിച്ചു തരണല്ലേ. ഭയങ്കര ചൂടാണ്. ഒരിച്ചൊരിച്ചിട്ട് ചൂട് രാത്രി ചൂടാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് മാലയൊക്കെ ഉണ്ടാക്കി സാലഡ് മൊത്തം അപ്പൊ തന്നെ തീർന്നുണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ തൈര് വെച്ചിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കാം രാത്രിക്ക് മാത്രം. സംഭവം ശരിക്കും രാത്രി തൈര് കഴിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഇതിൻ്റെ കൂടെ തൈരില്ലാണ്ട് സാലഡ് ഇല്ലാണ്ട് എങ്ങനെ കഴിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണിയാണ്. അപ്പോൾ ഒന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. ഞാനിവിടെ ഡെയിലി നൈറ്റ് ചപ്പാത്തിയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഞാനായാലും ലാലു ആയാലും മോളായാലും രാത്രി ചപ്പാത്തി തന്നെ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവന് വെയിറ്റ് കൂടിയ കാരണം എനിക്ക് ഷുഗറുള്ള കാരണം പിന്നെ ചോറിനൊക്കെ ഒന്നുകൂടെ അതെല്ലാം നല്ലതെന്ന് വെച്ചിട്ട് ചപ്പാത്തി ആയിട്ടാണ് പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബിരിയാണി ഉള്ള കാരണം കൊണ്ട് ഇനിയിപ്പോൾ പിന്നെയും കുക്ക് ചെയ്യുമ്പോൾ നമ്മളിത് വേസ്റ്റായി പോകില്ല എന്ന് വെച്ചിട്ട് പിന്നെ അതന്നെ ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ സാലഡൊക്കെ രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സാലഡൊക്കെ എടുത്ത് പപ്പടമൊക്കെ കൂട്ടി മോൾക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളും കഴിച്ച് കിടന്നുറങ്ങാൻ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.